Okay, next lesson, the regional kingdoms, page number 35. During the latter half of the reign of the Delhi Sultans, there were many small kingdoms in different parts of India. Some of them had been provinces of the Sultanate. When the Sultans became weak, these provinces became independent. The kingdoms of Vijayanagar and Bamani emerged as powerful regional kingdoms. അപ്പോൾ നമുക്കറിയാം during the latter half of the reign of the Delhi Sultans, there were many small kingdoms. ആ സമയത്ത് ഇന്ത്യയിലെ കുറെ ചെറിയ കിങ്ഡംസ് ഉണ്ടായിരുന്നു. Some of them had been provinces of Sultan. ഇതിൽ കുറെ എണ്ണം എന്തായിരുന്നു? സുൽത്താനേറ്റിന്റെ പ്രോവിൻസസ് ആയിരുന്നു. അങ്ങനെ സുൽത്താൻസ് വീക്കായപ്പം സുൽത്താൻസ് വീക്കായപ്പം എന്ത് ചെയ്തു? ഈ പ്രോവിൻസസ് ഒക്കെ ഇൻഡിപെൻഡന്റ് ആയി മാറി. അത് ദ കിങ്ഡംസ് ഓഫ് വിജയനഗർ ആൻഡ് ബാമനി എമർജ്ഡ് ആസ് പവർഫുൾ കിങ്ഡം. അങ്ങനെ ഈ സുൽത്താനേറ്റ് വീക്കായപ്പം ഈ പ്രോവിൻസസ് ഒക്കെ ഇൻഡിപെൻഡന്റ് ആയി മാറി. അതോടുകൂടി വിജയനഗറും ബാമണിയും എന്ത് ചെയ്തു? പവർഫുൾ കിങ്ഡം ആയിട്ട് എമർജ് ചെയ്തു. അപ്പൊ ആ സമയത്താണ് ഈ വിജയനഗര സാമ്രാജ്യവും അതുപോലെ ബാമണി സാമ്രാജ്യവും ഒക്കെ ഉയർന്നു വന്നത്. ഒന്നാമത്തത് കാശ്മീർ. In the early medieval period, Kashmir was ruled by a Hindu dynasty. In the 14th century, Shah Mir started a Muslim dynasty. Zainul Abidin, also known as Butsha, was the greatest ruler of Kashmir. He is popularly called the Akbar of Kashmir. He practiced religious tolerance and patronized education and learning. He also encouraged agriculture and new arts and crafts. In the late 16th century, the Mughals annexed Kashmir. അപ്പൊ ഏർലി മെഡീവൽ പീരിയഡില് കാശ്മീർ ഭരിച്ചിരുന്നത് ഹിന്ദു ഡൈനാസ്റ്റി ആയിരുന്നു. In the early period, Kashmir was ruled by Hindu dynasty. In the 14th century, Shah Mir started a Muslim dynasty. അങ്ങനെ ഏർലി മെഡീവൽ പീരിയഡില് കാശ്മീർ ഭരിച്ചത് ഹിന്ദു ഡൈനാസ്റ്റി ആയിരുന്നു. അങ്ങനെ 14th സെഞ്ചുറി ആയപ്പം ഷാ മിർ എന്ന് പറയുന്ന ആള് ഷാമിർ എന്ത് ചെയ്തു? മുസ്ലിം ഡൈനാസ്റ്റി സ്റ്റാർട്ട് ചെയ്തു. ഹിന്ദു ഡൈനാസ്റ്റി ആയിരുന്നു കാശ്മീർ ഭരിച്ചിരുന്നത് ആ സമയത്ത്. അത് കഴിഞ്ഞ് 14th സെഞ്ചുറി ആയപ്പം ഷാമിർ മുസ്ലിം ഡൈനാസ്റ്റി കൊണ്ടുവന്നു. സൈനുൽ അബിദിൻ, ഓൾസോ നോൺ ആസ് ബുദ്ഷാ, വാസ് ദ ഗ്രേറ്റസ്റ്റ് റൂളർ ഓഫ് കാശ്മീർ. അപ്പൊ കാശ്മീരിലെ ഗ്രേറ്റസ്റ്റ് റൂളർ ആയിരുന്നു ആര്? സൈനുൽ ആബിദിനായിരുന്നു ഒരു ഗ്രേറ്റസ്റ്റ് റൂളർ. അദ്ദേഹത്തിന് അറിയപ്പെട്ടിരുന്നത് ബുദ്ഷാ എന്നാണ്. ഹി ഈസ് പോപ്പുലർലി കോൾഡ് ദ അക്ബർ ഓഫ് കാശ്മീർ. അങ്ങനെ അദ്ദേഹത്തിന്റെ പ്രശസ്തിക്ക് വേണ്ടി അദ്ദേഹത്തെ വിളിച്ചിരുന്നത് അക്ബർ ഓഫ് കാശ്മീർ എന്നാണ്. അക്ബർ ഓഫ് കാശ്മീർ എന്നറിയപ്പെട്ടിരുന്ന പവർഫുൾ റൂളർ ആരായിരുന്നു? സൈനുൽ ആബിദീൻ. He practiced religious tolerance and patronized education and learning. ഇദ്ദേഹം റിലീജിയസ് ടോളറൻസ് അതുപോലെ എഡ്യൂക്കേഷൻ ലേണിംഗ് ഇതിനെയൊക്കെ അദ്ദേഹം പ്രാക്ടീസ് ചെയ്തിരുന്നു. He also encouraged agriculture and new arts. അഗ്രികൾച്ചർ, ആർട്സ്, ക്രാഫ്റ്റ്സ്, ലേണിംഗ്, എഡ്യൂക്കേഷൻ, ടോളറൻസ് ഇതിനൊക്കെ അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചിരുന്നു. In the late 16th century, the Mughals annexed Kashmir. അങ്ങനെ 16ാം നൂറ്റാണ്ടായപ്പം എന്ത് ചെയ്തു? മുഗൾസ് അനക്സ്ഡ് കാശ്മീർ. കാശ്മീർ അനക്സ് ചെയ്തെടുത്തു. ഇത്രയാണ് പറഞ്ഞത്. ഏർലി മെഡീവൽ പീരീഡിൽ കാശ്മീർ ഭരിച്ചിരുന്നത് ഹിന്ദു ഡൈനാസ്റ്റി ആയിരുന്നു. ഇൻ ദ 14th century, ഷാമിർ സ്റ്റാർട്ടഡ് എ മുസ്ലിം ഡൈനാസ്റ്റി. സൈനുൽ ആബിദീൻ, ഓൾസോ നോൺ ആസ് ബുദ്ഷാ, he was the powerful ruler in that dynasty. He is also known as Akbar of Kashmir. He practiced religious tolerance, crafts, then religious tolerance, education, learning, etc. അങ്ങനെ in the late 16th century, Mughals annexed Kashmir. Okay, next one, Marwar. The Arathos ruled over Marwar. Maharaja Jodha founded the city of Jodhpur and built a Mehrangarh fort there. Maharaja Maldeva was another powerful ruler. മറ്റൊരു കിങ്ഡം ആയിരുന്നു ഇത് മാർവർ. ഒന്ന് നമ്മൾ പറഞ്ഞു കാശ്മീർ
ആദ്യം ഹിന്ദു ഡൈനാസ്റ്റി ആയിരുന്നു ഭരിച്ചത്. അതിനുശേഷം 14-ാം നൂറ്റാണ്ടിലെ മുസ്ലിം ഡൈനാസ്റ്റിനെ കൊണ്ടുവന്നു. ആരാ മുസ്ലിം ഡൈനാസ്റ്റി കൊണ്ടുവന്നു? അവിടെ ഷാമിർ ആയിരുന്നു. പിന്നെ അവിടുത്തെ ഇമ്പോർട്ടന്റ് റൂളർ, പവർഫുൾ റൂളർ സൈനുദ്ദീൻ ആബിദീൻ ആയിരുന്നു. അദ്ദേഹത്തെ ബൂദ്ഷാ എന്ന് അറിയപ്പെട്ടിരുന്നു. അദ്ദേഹം പ്രശസ്തക്ക് അറിയപ്പെട്ടിരുന്ന അക്ബർ ഓഫ് കാശ്മീർ എന്നാണ്, അല്ലെ? അതുപോലെ അടുത്തൊരു കിങ്ഡം ആണ് മാർവർ. റാത്തോസ് റൂൾഡ് ഓവർ മാർവർ. ആരാ ഭരിച്ചിരുന്നത്? റാത്തോസ് റൂൾഡ് ഓവർ മാർവർ. മഹാരാജ ജോധ ഫൗണ്ടഡ് ദ സിറ്റി ഓഫ് ജോധ്പൂർ. അപ്പൊ ജോധ്പൂർ സിറ്റി കണ്ടുപിടിച്ചത് ആരായിരുന്നു? മഹാരാജ ജോധയാണ്. ആൻഡ് ബിൽഡ് മെഹ്റൻഗർ ഫോർട്ട് ദർ. അങ്ങനെ മഹാരാജ ജോധ എന്ന് പറയുന്ന ആള് ജോധ്പൂർ എന്ന സിറ്റി കണ്ടുപിടിച്ചു. എന്നിട്ട് അവിടെ എന്ത് പണിതു? മെഹ്റംഗ് ഫോർട്ട്. അവിടെ മെഹ്റംഗ് ഫോർട്ട് ബിൽഡ് ചെയ്തു. മഹാരാജ മാൽദേവ വാസ് അനദർ പവർഫുൾ റൂളർ. അപ്പൊ മാർവാറിലെ മറ്റൊരു പവർഫുൾ റൂളർ ആയിരുന്നു വരുന്നത് ആര്? മഹാരാജ മാൽദേവ. അപ്പൊ ഒന്ന് പറഞ്ഞു മഹാരാജ ജോധ. മഹാരാജ ജോധ ഫൗണ്ടഡ് ദ സിറ്റി ഓഫ് ജോധ്പൂർ ആൻഡ് ബിൽറ്റ് മെഹ്റംഗ് ഫോർട്ട് ദർ. Then another powerful ruler is മഹാരാജ മാൽദേവ. അപ്പൊ മെഹ്റംഗ് ഫോർട്ട് പണിത് ആരാ മെഹ്റംഗ് ഫോർട്ട് ബിൽഡ് ചെയ്തത്? പറഞ്ഞേ. മഹാരാജ ജോധ ഫൗണ്ടഡ് ദി സിറ്റി ഓഫ് ജോധ്പൂർ ആൻഡ് ബിൽറ്റ് മെഹ്റംഗ് സിറ്റി ദർ. ഇനി അവിടുത്തെ മറ്റൊരു റൂളർ ആയിരുന്നു, ഇമ്പോർട്ടന്റ് പവർഫുൾ റൂളർ ആയിരുന്നു ആര്? മഹാരാജ മാൽദേവ. ഓക്കെ. Next one, Mewar. Mewar was ruled by the Sisodia Rajaputs. Rana Hamir and Rana Kumbha made Mewar very strong. The greatest ruler of Mewar was Rana Sanga. He defeated the ruler of Malwa and annexed part of his territories. In 1527, Babur defeated him in the Battle of Khanwa. അപ്പൊ മീവർ എന്ന് പറഞ്ഞ മീവറിനെ റൂൾ ചെയ്ത ആരായിരുന്നു? റൂൾഡ് ബൈ സിസോഡിയ രജപുത്ത് ആണ് മീവറിനെ ഭരിച്ചിരുന്നത്. മീവർ കിങ്ഡം ഭരിച്ചിരുന്നത് സിസോഡിയ രജപുത്ത് ആയിരുന്നു. റാണ ഹമീർ ആൻഡ് റാണ കുംഭ. അപ്പൊ റാണ ഹമീറും റാണ കുംഭയും ഈ മീവർ കിങ്ഡത്തെ സ്ട്രോങ് ആക്കി മാറ്റി. മനസ്സിലായോ? മീവർ വാസ് റൂൾഡ് ബൈ സിസോഡിയ രജപുത്ത് ആൻഡ് റാണ ഹമീർ ആൻഡ് റാണ കുംഭ were the powerful rulers. They made this kingdom very strong. Then the greatest ruler of Mewar was Rana Sanga. അപ്പം മീവറിലെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് റൂളർ അല്ലെങ്കിൽ ഗ്രേറ്റസ്റ്റ് റൂളർ എന്ന് പറയുന്നത് റാണ സംഗയാണ്. റാണ സംഗ വാസ് ദ ഗ്രേറ്റസ്റ്റ് റൂളർ ഇൻ മീവർ. He defeated the ruler of Malwa and annexed parts of his territories. എന്ത് ചെയ്തു? അദ്ദേഹം റാണസംഗ വാസ് ദ ഗ്രേറ്റസ്റ്റ് റൂളർ ഇൻ മീവർ. ഹി ഡിഫീറ്റഡ് ദ റൂളർ ഓഫ് മാൽവ. അദ്ദേഹം എന്ത് ചെയ്തു? മാൽവ കിങ്ഡത്തിലെ രാജാവിനെ പരാജയപ്പെടുത്തിയിട്ട് ആ ടെറിട്ടറീസ് ഒക്കെ ഇദ്ദേഹത്തിന്റെ കിങ്ഡത്തിന്റെ കൂടെ കൂട്ടിച്ചേർത്തു. ഇൻ 1527 ബാബർ ഡിഫീറ്റഡ് ഹിം ഇൻ ദ ബാറ്റിൽ ഓഫ് ഖാനുവ. അങ്ങനെ 1527 ബാബറിനെ അദ്ദേഹം പരാജയപ്പെടുത്തി, അല്ലെ? പരാജയപ്പെടുത്തി. ഇവിടെ ഖാനുവയിൽ വെച്ച്, ഖാനുവ ബാറ്റിൽ. നമ്മുടെ പറയാം, മീവർ വാസ് റൂൾഡ് ബൈ സിസോഡിയ രജപുത്ത്. റാണഹരി ആൻഡ് റാണകുംഭ were the powerful ruler of Mewar. They made Mewar very strong. The greatest ruler of this Mewar was Rana Sanga. Rana Sanga defeated the ruler of Malwa and annexed their cities with him. In 1527, Babur defeated him and defeated in the battle of in 1527 Babur defeated him in the battle of Khanwa. Okay. Yes. Next one എന്താ വായിക്കാ? Jaunpur. Malik Sarwar was the governor of Jaunpur during the reign of Firoz Shah Tughlaq. Taking advantage of Timur's invasion in 1398, Malik Sarwar declared his independence and started the Sharki dynasty. The most powerful Sharki ruler was Ibrahim Shah Sharki. In 1484,
ബാഹ്ലുൽ ലോധി കോൺകേർഡ് ജോൺപൂർ. Malik Sarwar was the governor of Jaunpur during the reign of ഫിറോസ് ഷാ തുഗ്ലക്. ഫിറോസ് ഷാ തുഗ്ലക്കിന്റെ ഭരണകാലത്ത് അവിടുത്തെ ഗവർണർ ആയിരുന്നു, ജോൺപൂരിലെ ഗവർണർ ആയിരുന്നു ആര്? മാലിക് സർവാർ. മനസ്സിലായോ? മാലിക് സർവാർ വാസ് ദ ഗവർണർ ഓഫ് ജോൺപൂർ ഡ്യൂറിംഗ് ദി റെയിൻ ഓഫ് ഫിറോസ് ഷാ തുഗ്ലക്. Taking advantage of Timur's invasion in 1398, Malik Sarwar declared his independence and started ഷാർക്കി ഡൈനാസ്റ്റി. അങ്ങനെ തിമൂർ ഇൻവേഷന്റെ സമയത്ത് 1398 മാലിക് സർവാർ എന്ത് ചെയ്തു അറിയോ? മാലിക് സർവാർ ഡിക്ലെയർഡ് ഹിസ് ഇൻഡിപെൻഡൻസ്. അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യം ഡിക്ലെയർ ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു? സ്റ്റാർട്ടഡ് ഷാർക്കി ഡൈനാസ്റ്റി. ഷാർക്കി ഡൈനാസ്റ്റി എന്ന ഒരു പുതിയ ഡൈനാസ്റ്റി കൊണ്ടുവന്നു. ഇനി അവിടുത്തെ ഷാർക്കി മെയിൻ ഇമ്പോർട്ടന്റ് ഷാർക്കി റൂളർ വാസ് ഇബ്രാഹിം ഷാ ഷാർക്കി. അപ്പൊ ഷാർക്കി ഡൈനാസ്റ്റിയിലെ ഒരു ഇമ്പോർട്ടന്റ് റൂളർ ആയിരുന്നു ഇബ്രാഹിം ഷാ ഷാർക്കി. ഇൻ 1484 1484 ബാഹ്ലുൽ ലോധി കോൺകേർഡ് ജാൻപൂർ. ബാഹ്ലുൽ ലോധി എന്ത് ചെയ്തു? ജോൺപൂർ പിടിച്ചെടുത്തു. ഒന്നുകൂടെ പറയാം. ജോൺപൂർ, മാലിക് സർവാർ വാസ് ദ ഗവർണർ ഓഫ് ജോൺപൂർ ഡ്യൂറിംഗ് ദി റെയിൻ ഓഫ് ഫിറോസ് ഷാ തുഗ്ലക്. Taking advantage of Timur's invasion, Malik Sarwar declared his independence and started a new dynasty, that is Sharki dynasty. Ibrahim Shah Sharki was the important ruler or powerful ruler of Sharki dynasty. In 1484, ബാഹ്ലുൽ ലോധി കോൺകേർഡ് ജോൺപൂർ. അങ്ങനെ 1484 ബാഹ്ലുൽ ലോധി എന്ത് ചെയ്തു? ജോൺപൂർ പിടിച്ചെടുത്തു. മനസ്സിലായില്ലേ? അപ്പം ജോൺപൂരിലെ ഫിറോസ് ഷാ തുഗ്ലക്കിന്റെ ഭരണകാലത്ത് ജോൺപൂരിലെ ഗവർണർ ആരായിരുന്നു? നിങ്ങൾ എവിടെയാ കുട്ടികളെ? ക്ലാസ്സിൽ തന്നെയാണോ? ആരായിരുന്നു ഫിറോസ് ഷാ തുഗ്ലക്കിന്റെ ഭരണകാലത്ത് ജോൺപൂരിലെ ഗവർണർ? മാലിക് സർവാർ. ആരാ? മാലിക് സർവാർ. പിന്നെ അദ്ദേഹം എന്താ ചെയ്തത്? അദ്ദേഹം ഒരു പുതിയ സ്റ്റാർട്ടഡ് എ ന്യൂ dynasty, that is Sharki dynasty. Who was the powerful ruler of Sharki dynasty? Sharki dynasty powerful ruler ആരായിരുന്നു? ഇബ്രാഹിം ഷാ ഷാർക്കി. ഓക്കെ, ക്ലാസ്സിൽ ശ്രദ്ധിക്കണേ, വെറുതെ ഇങ്ങനെ എന്നെ നോക്കിയിരുന്നോണ്ട് കാര്യമില്ല. നെക്സ്റ്റ് വൺ ബംഗാൾ. Bengal was an important center for trade, as it was far off from Delhi. The governors of Bengal revolted frequently. In the 14th and 15th centuries, the Ilyas Shahi and Hussain Shahi sultans ruled Bengal. In the 16th century, the Mughals annexed the kingdom of Bengal. ബംഗാൾ എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടന്റ് ട്രേഡ് സെന്റർ ആയിരുന്നു. ബംഗാൾ വാസ് ആൻ ഇമ്പോർട്ടന്റ് ട്രേഡ് സെന്റർ. ഒരു പ്രധാനപ്പെട്ട ട്രേഡ് സെന്റർ ആയിരുന്നു ബംഗാള്. ഇത് ഡൽഹി. ഇറ്റ് ഈസ് ഫാർ ഓഫ് ഫ്രം ഡൽഹി. ബംഗാൾ ഈസ് ഫാർ ഓഫ് ഫ്രം ഡൽഹി. ദ ഗവർണേഴ്സ് ഓഫ് ബംഗാൾ റിവോൾട്ടഡ് ഫ്രീക്വന്റ്ലി. ഇൻ ദ 14th and 15th century, ഇല്യാസ് ഷാഹി ആൻഡ് ഹുസൈൻ ഷാഹി സുൽത്താൻസ് റൂൾഡ് ബംഗാൾ. അങ്ങനെ 14-15 നൂറ്റാണ്ടുകളിലെ ആരാ ബംഗാൾ ഭരിച്ചിരുന്നത്? ഡ്യൂറിംഗ് ദി 14th and 15th century, ഇല്യാസ് ഷാഹി ആൻഡ് ഹുസൈൻ ഷാഹി വർ റൂൾഡ് ബംഗാൾ. 14-15 നൂറ്റാണ്ടുകളിലെ ഇല്യാസ് ഷാഹിയും ഹുസൈൻ ഷാഹിയുമാണ് ബംഗാൾ ഭരിച്ചിരുന്നത്. ഇൻ ദ 16th century, 14-15 ഇല്യാസ് ഷാഹിയും ഹുസൈൻ ഷാഹിയും ബംഗാൾ ഭരിച്ചു. 16-ാം നൂറ്റാണ്ടിലെ ഇൻ ദ 16th century, ദ മുഗൾസ് അനെക്സ്ഡ് ദ കിങ്ഡം ഓഫ് ബംഗാൾ. മുഗൾസ് എന്ത് ചെയ്തു? ബംഗാളിനെ മുഗൾസിന്റെ കൂടെ കൂട്ടിച്ചേർത്തു. ഓക്കെ, നെക്സ്റ്റ് വൺ മാൾവ. ദിലാവർ ഖാൻ founded the kingdom of Malwa in 1401. The most powerful ruler was Husham Shah. Sultans of Malwa fought with the rulers of Delhi, Jaunpur and Gujarat. Malwa was later conquered by Sher Shah. Next one, Malwa. Dilawar Khan founded the kingdom of Malwa in 1401. 1401 ദിലാവർ ഖാൻ ആണ്
ഏത് കണ്ടുപിടിച്ചത്? മാൽവ കിങ്ഡം കണ്ടുപിടിച്ചത്. മനസ്സിലായോ? ഇൻ 1401 മാൽവ കിങ്ഡം വാസ് ഫൗണ്ടഡ് ബൈ ദിലാവർ ഖാൻ. ദ മോസ്റ്റ് പവർഫുൾ റൂളർ വാസ് ഹുഷാൻ ഷാ. മാൽവ കിങ്ഡത്തിലെ പ്രശസ്ത, അതായത് മോസ്റ്റ് പവർഫുൾ റൂളർ ആയിരുന്നു ആര്? ഹുഷാൻ ഷാ. സുൽത്താൻസ് ഓഫ് മാൾവ ഫോർട്ട് വിത്ത് ദ റൂളേഴ്സ് ഓഫ് ഡൽഹി, ജോൺപൂർ ആൻഡ് ഗുജറാത്ത്. മാൽവ വാസ് ലേറ്റർ കോൺകേർഡ് ബൈ ഷേർഷാ. അങ്ങനെ പിന്നീട് ആര് പിടിച്ചെടുത്തു? ഷേർഷാ മാൽവേനെ പിടിച്ചെടുത്തു. അപ്പൊ മാൽവ കിങ്ഡത്തിന്റെ ഫൗണ്ടർ ആരായിരുന്നു ആൻമരിയ? മാൽവ കിങ്ഡം വാസ് ഫൗണ്ടഡ് ബൈ ദിലാവർ ഖാൻ. ഹു? ദിലാവർ ഖാൻ. ഇൻ വിച്ച് ഇയർ? 1401. 1401 ദിലാവർ ഖാൻ ആണ് ഏത് കണ്ടുപിടിച്ചത്? മാൽവ കിങ്ഡം ഫൗണ്ട് ചെയ്തത്. മാൽവ കിങ്ഡത്തിലെ പവർഫുൾ റൂളർ ആയിരുന്നു ആര്? ഹുഷാൻ ഷാ. നെക്സ്റ്റ് വൺ, ഗുജറാത്ത്. മുസാഫർ ഷാ founded an independent kingdom in Gujarat in the 15th century. Some famous rulers of the kingdom were Ahmad Shah, Mahmud Shah, Bagarha and Bahadur Shah. In the 16th century, Akbar annexed Gujarat. Muzaffar Shah founded an independent kingdom in Gujarat in 15th century. 15ാം നൂറ്റാണ്ടിലെ മുസാഫർ ഷായാണ് ഗുജറാത്ത് എന്ന കിങ്ഡം കണ്ടുപിടിച്ചത്. മനസ്സിലായോ? നമ്മുടെ മാൽവ കിങ്ഡം കണ്ടുപിടിച്ചത് ദിലാവർ ഖാൻ ആയിരുന്നു. എപ്പം? 1401 അല്ലേ? യെസ്. അങ്ങനെ 15ാം നൂറ്റാണ്ടിലെ മുസാഫർ ഷായാണ് ഗുജറാത്ത് കിങ്ഡം കണ്ടുപിടിച്ചത്. ഇനി സം ഫേമസ് റൂളേഴ്സ് ഓഫ് ദ കിങ്ഡം വർ അഹമ്മദ് ഷാ, മഹമൂദ് ഷാ, ബഗർഹ ആൻഡ് ബഹദൂർ ഷാ. അപ്പം ഈ ഗുജറാത്ത് കിങ്ഡത്തിലെ ഇമ്പോർട്ടന്റ് റൂളേഴ്സ് അല്ലെ പവർഫുൾ റൂളേഴ്സ് ആരൊക്കെയായിരുന്നു? അഹമ്മദ് ഷാ, മഹമൂദ് ഷാ, ബഗർഹ, ബഹദൂർ ഷാ. ഈ 4 ആൾക്കാരായിരുന്നു. 3 ആരൊക്കെ? അഹമ്മദ് ഷായും മഹമൂദ് ഷായും ബഹദൂർ ഷായും. ഈ 3 ആൾക്കാരായിരുന്നു ഗുജറാത്ത് കിങ്ഡത്തിലെ ഇമ്പോർട്ടന്റ് റൂളേഴ്സ്. അങ്ങനെ 16ാം നൂറ്റാണ്ടിൽ ഇൻ ദ 16th century അക്ബർ അനക്സ്ഡ് ഗുജറാത്ത്. അക്ബർ എന്ത് ചെയ്തു? ഗുജറാത്തിനെ കൂട്ടിച്ചേർത്തു. അക്ബറിന്റെ കിങ്ഡത്തോടൊപ്പം ഗുജറാത്തിനെ കൂട്ടിച്ചേർത്തു. ഓക്കെ. നെക്സ്റ്റ് വൺ, ഖണ്ഡേഷ്. രാജ അഹമ്മദ്, ഓൾസോ കോൾഡ് മാലിക് രാജ, was the first independent ruler of Khandesh. He was succeeded by Nasir Khan, who built the town of Burhanpur. Later, the rulers of Gujarat annexed Khandesh. ഇപ്പൊ രാജ അഹമ്മദിന്റെ മറ്റൊരു പേരാണ് മാലിക് രാജ. അപ്പൊ ഖണ്ഡേഷ് കിങ്ഡത്തിലെ ഒരു ഇൻഡിപെൻഡന്റ് റൂളർ അല്ലെങ്കിൽ ആദ്യത്തെ ഇൻഡിപെൻഡന്റ് റൂളർ ആയിരുന്നു ആര്? രാജ അഹമ്മദ്. രാജ അഹമ്മദ് വാസ് ദ ഫസ്റ്റ് ഇൻഡിപെൻഡന്റ് റൂളർ ഓഫ് ഖണ്ഡേഷ്. ഹി വാസ് സക്സീഡഡ് ബൈ നാസിർ ഖാൻ. രാജ അഹമ്മദ് വാസ് സക്സീഡഡ് ബൈ നാസിർ ഖാൻ, ഹു ബിൽറ്റ് ദ ടൗൺ ഓഫ് ബുർഹാൻപൂർ. ബുർഹാൻപൂർ ടൗൺ നിർമ്മിച്ച നാസിർ ഖാൻ. ലേറ്റർ ദ റൂളേഴ്സ് ഓഫ് ഗുജറാത്ത് അനക്സ്ഡ് ഖണ്ഡേഷ്. അങ്ങനെ പിന്നീട് ഗുജറാത്ത് ആര് കൂട്ടിച്ചേർത്തു? ഗുജറാത്ത് അനക്സ്ഡ് ഖണ്ഡേഷ്. ഒന്നുകൂടെ പറയാം. രാജ അഹമ്മദ് is also known as Malik Raja or Raja Ahmad was the first independent ruler of Khandesh. He was succeeded by Nasir Khan. Nasir Khan built the town of Burhanpur. Later, the rulers of ഗുജറാത്തിലെ ഭരണാധികാരികൾ എന്ത് ചെയ്തു? അനക്സ്ഡ് ഖണ്ഡേഷിനെ കൂട്ടിച്ചേർത്തു. ഖണ്ഡേഷ് പിടിച്ചെടുത്തു. ഓക്കെ, ഇത്രയും മനസ്സിലായോ? ഇമ്പോർട്ടന്റ് റൂളേഴ്സും അതിന്റെ ഫൗണ്ടേഴ്സിനെയും പഠിക്കുക, കാണാതെ പഠിക്കുക. ഓക്കെ. അപ്പൊ 15th centuryയിലെ കുറെ കിങ്ഡംസ് നമ്മൾ പറഞ്ഞു കേട്ടോ. നെക്സ്റ്റ് വൺ, വിജയനഗർ എംപയർ. വിജയനഗര സാമ്രാജ്യം. നോക്ക്, ഇത് വിജയനഗർ എംപയർ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ 2 brothers, ഹരിഹര ആൻഡ് ബുക്ക റായ്.
in 1336. They were feudatories of Kakatiyas of Warangal. You have read about the Kakatiyas in lesson 2. When the kingdom of Warangal was overrun by Ghiyasuddin Tughlaq in 1323, the brothers shifted base to Kambili. Here they entered into the service of the local rulers. When the Tughlaqs conquered Kambili, the rulers were taken captive. They were later sent to South India to crush rebellions there. After some time, they rebelled against Muhammad bin Tughlaq and declared their independence. They built Vijayanagar and made it their capital. അപ്പോൾ വിജയനഗര സാമ്രാജ്യം എസ്റ്റാബ്ലിഷ് ചെയ്തത് 2 ബ്രദേഴ്സ് ആയിരുന്നു. 2 brothers established Vijayanagar empire. 2 brothers are Harihara and Bukka Rai. ഹരിഹരനും ബുക്കനുമാണ് എന്ത് ചെയ്തത്? നമ്മുടെ വിജയനഗര സാമ്രാജ്യം എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഹരിഹര and ബുക്ക ആർ 2 brothers. അവർ 2 സഹോദരന്മാരായിരുന്നു നമ്മുടെ വിജയനഗര സാമ്രാജ്യം കൊണ്ടുവന്നത്. They were feudatories of Kakatiyas. അവർ ആരായിരുന്നു? കാക്കാത്യാസിന്റെ ഫ്യൂഡേറ്ററീസ് ആയിരുന്നു. വാരങ്ങലിലെ കാക്കാത്യാസിന്റെ ഫ്യൂഡേറ്ററീസ് ആയിരുന്നു. നമ്മൾ ഓൾറെഡി കാക്കാത്യാസിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. You have read about Kakatiyas in previous lesson 2. Okay. അപ്പൊ ഇത്രയേ ഉള്ളൂ. വിജയനഗര സാമ്രാജ്യം കണ്ടുപിടിച്ചത് കാക്കാത്യാസും ബുക്കാറായിയും കൂടി ഹരിഹരനും ബുക്കനും കൂടിയാണ് 1336. 1336 ഹരിഹര ആൻഡ് ബുക്ക എസ്റ്റാബ്ലിഷ്ഡ് ദ വിജയനഗർ എംപയർ. പിന്നെന്താ പറഞ്ഞത്? പിന്നെ പറയുന്നുണ്ട് വിജയനഗര എംപയർ മുഹമ്മദ് ബിൻ തുഗ്ലക് ഡിക്ലെയർഡ് ആൻഡ് ദർ ഇൻഡിപെൻഡൻസ്. മുഹമ്മദ് ബിൻ തുഗ്ലക് ഈ വിജയനഗരം സ്ഥാപിച്ചിട്ട് അതിനെ അതിന്റെ ക്യാപിറ്റലാക്കി മാറ്റി. When the kingdom of Warangal was overrun by Ghiyasuddin Tughlaq in 1323, 2 brothers shifted base to Kambili. ഇവരെന്ത് ചെയ്തു? ഇവരുടെ ബേസ് കംബ്ലിയിലേക്ക് മാറ്റി. Here they entered into service of the local rulers. When Tughlaq conquered Kambili, Tughlaq എന്ത് ചെയ്തു? കംബ്ലി പിടിച്ചെടുത്തു. The brothers were taken captive. They were later sent to South India. അങ്ങനെ അതിനുശേഷം ഈ 2 ബ്രദർ, അതൊക്കെ ആരൊക്കെ? ഹരിഹരനും ബുക്കനും എങ്ങോട്ട് പോയി? സൗത്ത് ഇന്ത്യയിലേക്ക് പോയി. To crush the rebellions there. അവിടെ അങ്ങനെ റെബല്യൻ തുടങ്ങി. After some time they rebelled against Muhammad bin Tughlaq. അങ്ങനെ ഈ 2 ബ്രദേഴ്സും ഹരിഹരനും ബുക്കനും മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെതിരെ വിപ്ലവം സൃഷ്ടിക്കാൻ തുടങ്ങി. അങ്ങനെ അവരെന്ത് ചെയ്തു? അവരുടെ സ്വാതന്ത്ര്യം അവർ ഉറപ്പാക്കി. അവർ ഡിക്ലെയർ ചെയ്തു നമ്മുടെ സ്വാതന്ത്ര്യം. അങ്ങനെ ഈ ഹരിഹരനും ബുക്കനും വിജയനഗര സാമ്രാജ്യം സ്ഥാപിച്ചു. അവരുടെ ക്യാപിറ്റലാക്കി വിജയനഗര സാമ്രാജ്യത്തെ മാറ്റി. അപ്പൊ ഈ ഹരിഹരയും ബുക്കയും എപ്പോഴും ആരെയായിരുന്നു പ്രൊട്ടസ്റ്റ് ചെയ്തിരുന്നത്? മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെ. ഓക്കെ. നെക്സ്റ്റ് ഹരിഹര ആൻഡ് ബുക്ക. അപ്പൊ ഹരിഹര ആൻഡ് ബുക്ക ആരെ ബ്രദേഴ്സ് അല്ലെ? who established വിജയനഗർ എംപയർ. വിജയനഗര സാമ്രാജ്യത്തിന്റെ ഫൗണ്ടർ ആയിരുന്നു അവര്. നെക്സ്റ്റ് വൺ ഹരിഹര ആൻഡ് ബുക്ക. ഹരിഹര ascended the throne in 1336. He ruled for 20 years. He was succeeded by Bukka, who ruled till 1377. എന്താ പറഞ്ഞേ? ഹരിഹര ascended എന്ന് പറഞ്ഞാൽ എന്താ? ascended എന്ന് പറഞ്ഞാല് സിംഹാസനാരോഹണം എന്താ അങ്ങനെയില്ലേ? അതായത് ആ ഒരു സിംഹാസനാരോഹണം അത് തന്നെ. ഗോപ് ഹരിഹര go up the throne in 1336. അങ്ങനെ അദ്ദേഹം സിംഹാസനാരോഹണം നടത്തിയപ്പം 1336 അദ്ദേഹം ഏകദേശം 20 വർഷം ഈ സാമ്രാജ്യം ഭരിച്ചിരുന്നു. He ruled for 20 years. He was succeeded by Bukka, who ruled till 1377. ഹരിഹര succeeded by Bukka, who ruled till 1377. 1377 വരെ ബുക്ക ഭരിച്ചു അല്ലേ? Next paragraph. The brothers fought against the Hoysala ruler of Mysore and the king of Madurai. Bukka defeated the latter and annexed his territories. Gradually, a large part of South India became under his control. അങ്ങനെ 2 ഈ ബ്രദേഴ്സും അതായത് ഹരിഹരനും ബുക്കനും ആർക്കെതിരായിരുന്നു? ഹോയ്സല റൂളേഴ്സിന്. മൈസൂരിലെ ഹോയ്സല ഭരണാധികാരികളോട് എതിരായിരുന്നു ഈ ഹരിഹരനും ബുക്കനും.
അങ്ങനെ അവരെന്ത് ചെയ്തു? മാത്രല്ല അവര് മധുരയിലെ രാജാക്കന്മാർക്കും എതിരായിരുന്നു. ബുക്ക ഡിഫീറ്റഡ് ആൻഡ് അനക്സ്ഡ് ഹിസ് ടെറിട്ടറി. എന്ത് ചെയ്തു? അവരുടെ, അതായത് മൈസൂരിലെ കിങ് ഹോയ്സല കിങ്ങിന്റെയും അല്ലെങ്കിൽ മധുരൈ കിങ്ങിന്റെയും സ്ഥലം ആര്, അല്ലെങ്കിൽ ആ ഏരിയ ആര് പിടിച്ചെടുത്തു? ഹരിഹരനും ബുക്കനും പിടിച്ചെടുത്തു. അങ്ങനെ ലാർജ് പാർട്ട് ഓഫ് സൗത്ത് ഇന്ത്യ കെയിം അണ്ടർ ഹിസ് കൺട്രോൾ. അപ്പൊ ഹരിഹരനും ബുക്കനും ബ്രദേഴ്സ് ആയിരുന്നു. ഹരിഹര ascended the throne in 1336. He ruled about 20 years. He succeeded by Bukka, who ruled till 1377. അങ്ങനെ ഹരിഹര ആൻഡ് ബുക്ക are the two brothers fought against Hoysala rulers and Madurai rulers. Bukka defeated their ടെറിട്ടറി. അവരെന്ത് ചെയ്തു? ഈ മൈസൂരിലെ ഹോയ്സല ഡൈനാസ്റ്റിയും അതുപോലെ മധുരയിലെ ആ ഒരു ഏരിയ ഒക്കെ ആര് പിടിച്ചെടുത്തു? നമ്മുടെ ഹരിഹരനും ബുക്കനും കൂടെ പിടിച്ചെടുത്തു. അങ്ങനെ സൗത്ത് ഇന്ത്യയിലെ കൂടുതൽ സൗത്ത് ഇന്ത്യയുടെ ഒരു വലിയ ഏരിയ തന്നെ ആരുടെ കൺട്രോളിലായി? ഹരിഹരന്റെയും ബുക്കന്റെയും കൺട്രോളിലായി. ഇപ്പം സൗത്ത് ഇന്ത്യയുടെ ഒരു ഭാഗം മുഴുവൻ ആര് പിടിച്ചെടുത്തു? ഹരിഹരനും ബുക്കനും. ഹരിഹര ആൻഡ് ബുക്ക. ഓക്കെ. Next one, dynasties. The kingdom of Vijayanagar lasted for 230 years. Kings called Rayas from 3 main dynasties ruled the kingdom. ഈ നമ്മുടെ വിജയനഗര സാമ്രാജ്യം ഏകദേശം എത്ര വർഷം ഉണ്ടായിരുന്നു അറിയോ? 230 വർഷം ഉണ്ടായിരുന്നു. വിജയനഗർ കിങ്ഡം ലാസ്റ്റഡ് അബൌട്ട് 230 years. 230 വർഷത്തോളം ഉണ്ടായിരുന്നു. കിങ്സ് കോൾഡ് രയാസ് ഫ്രം 3 മെയിൻ ഡൈനാസ്റ്റീസ് റൂൾഡ് ദ കിങ്ഡം. രയ കിങ് ആയിരുന്നു ഈ ഡൈനാസ്റ്റി ഭരിച്ചത്. അപ്പൊ 3 ഡൈനാസ്റ്റി ഉണ്ടായിരുന്നു. ഏതൊക്കെയാ? ഈ വിജയനഗര എംപയറിൽ 3 ഡൈനാസ്റ്റി ഉണ്ടായിരുന്നു. ഏതൊക്കെയത്? സംഗമ ഡൈനാസ്റ്റി, സാലുവ ഡൈനാസ്റ്റി, തുളുവ ഡൈനാസ്റ്റി. സംഗമ ഡൈനാസ്റ്റി, സാലുവ ഡൈനാസ്റ്റി ആൻഡ് തുളുവ ഡൈനാസ്റ്റി are the 3 dynasties under the control of Vijayanagar Empire. ഓക്കെ. ഇപ്പൊ സംഗമ ഡൈനാസ്റ്റി 1336 മുതൽ 485 വരെ, 1336 വരെ 1485 വരെ ആര് ഭരിച്ചു? സംഗമ ഡൈനാസ്റ്റി ഭരിച്ചു. അതിനുശേഷം സാലുവ ഡൈനാസ്റ്റി 1485 മുതൽ 1505 വരെ സാലുവ ഡൈനാസ്റ്റി ഭരിച്ചു. ദെൻ 1505 മുതൽ 1565 വരെ ആര് ഭരിച്ചു? തുളുവ ഡൈനാസ്റ്റിയും ഭരിച്ചു. അപ്പൊ എത്ര വർഷം ഉണ്ടായിരുന്നു മൊത്തം? എത്ര വർഷം ഉണ്ടായിരുന്നു? എങ്ങനെ കണക്കാക്കാൻ പറ്റും? 1565 മൈനസ് 1336, 229 വർഷം. കണ്ടോ? നമ്മൾ പറഞ്ഞു 230 വർഷത്തോളം ആര് ഭരിച്ചു എന്ന് പറഞ്ഞു? വിജയനഗര എംപയർ ഉണ്ടായിരുന്നു അല്ലെ? വിജയനഗര എംപയർ വിജയനഗർ കിങ്ഡം ഏകദേശം 230 വർഷം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അതായത് 1336 മുതൽ 1565 വരെയുള്ള കാലഘട്ടത്തിൽ വിജയനഗര എംപയർ ഉണ്ടായത്. അതിൽ 1336 മുതൽ 1485 വരെ സംഗമ ഡൈനാസ്റ്റി ഭരിച്ചു. 1485 മുതൽ 1505 വരെ സാലുവ ഡൈനാസ്റ്റി ഭരിച്ചു. 1505 മുതൽ 1565 വരെ തുളുവ ഡൈനാസ്റ്റി. അങ്ങനെ ഏകദേശം 229 ആണ് ഇതിൽ കാണുന്നത്. 230 വർഷത്തോളം ഏകദേശം ഈ വിജയനഗര എംപയർ ഉണ്ടായിരുന്നു. ഓക്കെ. ഇനി ആ കാലത്തുണ്ടായിരുന്ന ഫോറിൻ എംപറേഴ്സ് അല്ലെ ഫോറിൻ ട്രാവലേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം. മെനി ട്രാവലേഴ്സ് സച്ച് ആസ് നിക്കോളോ കോണ്ടി, അബ്ദുർ റസാഖ്, ഡോമിംഗോ പേസ് visited the kingdom of Vijayanagar. They have described the capital city of Hampi and the life of the people in those times. അപ്പം നമ്മൾ വിജയനഗര സാമ്രാജ്യം സന്ദർശിച്ച 3 ഫോറിൻ ട്രാവലേഴ്സിന്റെ പേര് പറയുന്നുണ്ട്. ആരൊക്കെയാ? നിക്കോളോ കോണ്ടി, അബ്ദുർ റസാഖ്, ഡോമിംഗോ പേസ്. ഡോമിംഗോ പേസും അബ്ദുർ റസാഖും നിക്കോളോ കോണ്ടിയും ഈ വിജയനഗര സാമ്രാജ്യം സ്ഥാപിച്ചു. എന്നിട്ട് അതിന്റെ ക്യാപിറ്റൽ സിറ്റിയായ ഹംപിനെ കുറിച്ച് അവര് വിവരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം ഹു ആർ ദ ഫോറിൻ ട്രാവലേഴ്സ് ഹു വിസിറ്റഡ് വിജയനഗർ എംപയർ?
നിക്കോളോ കോണ്ടി, അബ്ദുൾ റസാഖ്, ഡൊമിംഗോ പേസ്. ഓക്കെ. നെക്സ്റ്റ് വൺ കൃഷ്ണദേവരായ. നെക്സ്റ്റ് വൺ കൃഷ്ണദേവരായ. ശ്രദ്ധിക്കേ. കൃഷ്ണദേവരായ 1509 to 1530, 1509 മുതൽ 1530 വരെ. ഓക്കെ, നമ്മുടെ ടൈം കഴിയാനായി അല്ലേ? ആയില്ലേ? ടൈം ആയത് അറിഞ്ഞില്ലേ? ഇപ്പൊ ഇതിൽ കാണിക്കുന്നില്ല അല്ലേ ടൈം ലിമിറ്റ്? ആൻമരിയ, നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ തീരാനായപ്പം. തുടങ്ങുമ്പോൾ ഒരാളും കൂടി ഉണ്ടായിരുന്നു. ക്ലാസ് കഴിയാറായപ്പോൾ നമ്മൾ രണ്ടും ബാക്കി. ഓക്കെ, അപ്പൊ മിസ് ബാക്കിയുള്ള നോട്ട് സെൻഡ് ചെയ്തരാം ആൻമരിയ. ബൈ ബൈ, സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ.